ഹായ് ഓൾ. ന്യൂ ഇയറിന്റെ തലേന്ന് ഞാനും ഏട്ടൻ്റെ വൈഫും കൂടി കണ്ണൂരേക്ക് വിട്ടു. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ പോയത്. അവിടെ നോക്കുമ്പോ തിരക്കോട് തിരക്ക്. ന്യൂ ഇയർ അല്ലേ, പോരാത്തതിനും വൈകുന്നേരവും. മാർക്കറ്റ് ആയാലും സൂപ്പർ മാർക്കറ്റ് ആയാലും സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ പെറുക്കി കൊട്ടയിലിട്ട് കൊടുത്താലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആടുന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ മാർക്കറ്റ് വന്ന സ്ഥിതിക്ക് മുട്ടക്കടയിൽ കയറിയിട്ട് കുറച്ച് മുട്ടയും വാങ്ങി. അങ്ങനെ മാർക്കറ്റെല്ലാം കയറി ഇറങ്ങി ക്ഷീണിച്ചാലും നമ്മൾ വിചാരിച്ചു നല്ല ചൂട് ചായയും നല്ല പഴംപൊരിയും കഴിച്ചാലോ. അങ്ങനെ 2 കട്ടനും ബോണ്ടയും ചുട്ടപാടുണ്ടായിരുന്ന പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഒടുക്കലത്തെ ട്രാഫിക് ആയിരുന്നു തിരിച്ചു വരുമ്പോൾ. സാധാരണ ബസ്സിൽ കയറി എത്ര ചെറിയ ദൂരമാണെങ്കിലും എനിക്ക് വേഗം ഉറക്കം വരും. പക്ഷെ വണ്ടികളെ ഹോണടിയും ലൈറ്റും ബസ്സിലെ ബഹളവും തിരക്കും കാരണം ആ പരിപാടി നടന്നില്ല. ന്യൂ ഇയർ ആയിട്ട് കേക്ക് ഇല്ലാണ്ട് എന്താ ആഘോഷം. അങ്ങനെ സ്റ്റോപ്പ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ലീ കേക്സിൽ കയറിയിട്ട് ഒരു കേക്ക് വാങ്ങാന്ന് വിചാരിച്ച പോലെ അല്ലാട്ടാ. കേക്കിനെല്ലാം വലിയ ഡിമാൻഡായിരുന്നു. എല്ലാ ഷോപ്പിലും കേക്കെല്ലാം ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരുന്നു. ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ കേക്ക് വാങ്ങി ഇറങ്ങാന്ന് വിചാരിച്ച നമ്മള്. പക്ഷെ കുറച്ചു നേരം അവിടെ പോസ്റ്റാണ്ടി. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് സാരമില്ല. നമ്മള് പ്രിയപ്പെട്ട ഹണി നട്ട് കേക്ക് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് റോയലിലേക്കായിരുന്നു. പർച്ചേസിന് വന്ന അറിയുന്ന ഷോപ്പിലെല്ലാം കയറി ഒന്ന് ഒപ്പിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു സങ്കടം പോലെ ഉണ്ടാവും. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തു. സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയാൽ ഒരാവശ്യമില്ലല്ലോ എല്ലാ സാധനവും ഒന്ന് എടുത്തു നോക്കുന്നത് ഒരു തരം സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെയാണ്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞെങ്കിലും അതിൻ്റെ എല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് കണ്ടിട്ട് ഒരാളവിടുന്ന് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിനെ പോലെയാണ്. പിന്നെ കണ്ണന് ന്യൂ ഇയർ ഗിഫ്റ്റും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി വെയിറ്റിംഗ് 12 മണിയാണല്ലോ കേക്ക് മുറിക്കാൻ. അങ്ങനെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് 2025 വരവേറ്റു. ഗിഫ്റ്റും സർപ്രൈസും എല്ലാം കൊടുക്കുകയും വാങ്ങുകയെല്ലാം ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാ വർഷങ്ങളിലും ഉണ്ടാവും നമ്മളിലേക്ക് വരുന്ന ഓരോ സർപ്രൈസ് ഗിഫ്റ്റുകൾ. ചിലപ്പോൾ സങ്കടമുള്ളതാവാം, ചിലപ്പോൾ സന്തോഷമുള്ളതും ആവാം. ഏതായാലും ഇതൊന്നും ജീവിതകാലം മുഴുവൻ തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന ഒറ്റ ചിന്ത മാത്രം മതി നമ്മുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യാൻ. 10,000 വർഷമൊന്നും ജീവിക്കാൻ പോകുന്നില്ലല്ലോ. എണ്ണിച്ചുട്ട 100 വർഷത്തിൽ കുറച്ച് വർഷങ്ങൾ ഇപ്പം തന്നെ തീർന്നു. ഇനിയുള്ള അത്രയും വർഷം സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാൻ കഴിയട്ടെ. അങ്ങനെ ന്യൂ ഇയറിന് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഈ വർഷത്തെ ആഘോഷം അങ്ങനെ തുടങ്ങി. അങ്ങനെ കണ്ണന് ഇത്തവണത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തത് ബുക്സാണ്. പണ്ടൊക്കെ അച്ഛൻ നമ്മളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നുകൊണ്ടിരുന്നത് ബുക്സാണ്. അത് ഞാനങ്ങ് ഏറ്റെടുത്ത്. ഏടുന്നായാലും ഒരു പുതിയ ബുക്ക് കിട്ടിയാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മണം നോക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണത്. അത് എത്ര പേർക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എന്നെ പേഴ്സണലി ഭയങ്കര ഒരു ഫീല് തരുന്നൊരു സംഭവമാണ്. അങ്ങനെ ലേറ്റ് നൈറ്റ് നമ്മൾ കുറച്ച് പാട്ടും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ കണ്ട് കുറച്ച് ചില്ലി. ഈ ഒരു നിമിഷത്തിന്റെ എല്ലാം വില അറിയണമെങ്കിൽ ഇതെല്ലാം നമ്മളെ ഓർമ്മകളാവണം. 2024 നല്ല നല്ല മെമ്മറീസ് ഉള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ 2025 എല്ലാവർക്കും അത് അവരവരുടെ ആഗ്രഹങ്ങൾ നേടുന്നതും കുറെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു മെമ്മറീസ് തരുന്ന ഒരു വർഷം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് തന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.